വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ വഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഏറെ ബഹുമാന്യരായ ഈ മഹത്തായ സംരംഭത്തിൻ്റെ വേദിയുടെ ഈ സദസ്സിൻ്റെ ഏറ്റവും വലിയ പ്രൗഢി, നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സന്തോഷം, അള്ളാഹു നമുക്ക് ഏറെ അനുഗ്രഹിച്ച് നൽകിയ മഹാനായ നമ്മുടെ ശൈഖുന അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. വേദിയിലും സദസ്സിലുമുള്ള ധാരാളം ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, നമ്മുടെ ദാറുൽ ഹിദായ ദർസിൻ്റെ മഹത്തായ 40ാമത് വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി കൊണ്ടുള്ള നമ്മുടെ ഈ ക്യാമ്പിൽ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം തസൗഫാണ്. നമ്മുടെ ഈ ദർസിൻ്റെ പരിപാടിയിൽ തസൗഫ് എന്ന ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെ അവതരിപ്പിക്കണം, എന്ത് പറയണമെന്നുള്ള ഒരു അവ്യക്തത നമ്മുടെ മുന്നിലുണ്ട്. കാരണം ദർസുകൾ ധാരാളമുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുനായുടെ ദർസ് മറ്റൊരുപാട് ദർസുകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്, ഞാൻ മുമ്പൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരുപക്ഷെ നിങ്ങൾക്കിതിൻ്റെ ഗൗരവവും വലുപ്പവും അത്ര തന്നെ മനസ്സിലായിക്കൊള്ളുന്നില്ല. കാരണം നിങ്ങൾ കേട്ടതും അനുഭവിച്ചതും തുടക്കം മുതലേ ഈ ഒരു അവസ്ഥയാണല്ലോ. വെറുമൊരു തഅലീമ് മാത്രമല്ല, തഅലീമും തസ്കിയത്തും തർബിയത്തും, അതാണ് നമ്മുടെ ദർസിൻ്റെ പ്രത്യേകത. അള്ളാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. തസൗഫ് എന്ന ഈ വിഷയത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശർഈയായ ഉലൂമുകളിൽ ഒട്ടനവധി ഫന്നുകളുണ്ട്. നമുക്കറിയാലോ, ഇൽമുൽ ഫിഖ്ഹ്, ഇൽമുൽ ഹദീസ്, ഇൽമുൽ ഖുർആൻ എന്നിങ്ങനെ പലതും. കൂട്ടത്തിൽ കാണപ്പെടുന്നൊരു ഫന്നാണ് ഇൽമു തസൗഫ്. ഹിജ്റ 200 മുമ്പ് എന്ന് പറഞ്ഞാൽ മഹാന്മാരാകുന്ന താബിഈങ്ങളുടെ കാലത്ത്, ആ സമയത്താണ് തസൗഫ് എന്ന പേര്, തസൗഫ് എന്ന ഫന്ന് ലോകത്ത് ക്രോഡീകൃതമാകുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ സൂഫി എന്ന പേരിൽ ആദ്യമായി കൊണ്ടറിയപ്പെട്ടത് കൂഫക്കാരനാകുന്ന മഹാനായ അബൂ ഹാഷിം സൂഫി എന്ന മഹാനവറുകളാണ് റളിയല്ലാഹു അൻഹു. മഹാനഗരുടെ വഫാത്ത് ഹിജ്റ 150 വലിയ മഹാനാണ് അബൂ ഹാഷിം സൂഫി റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന വലിയ വലിയ പ്രസ്താവനകളുണ്ട്. റൗളുൽ അഖ്യാർ,
മഹാന്മാരെക്കുറിച്ച്, പ്രത്യേകിച്ച് സൂഫികളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്ന കിതാബാണ്. അബൂ ഹാഷിം സൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടേതായി റൗദുൽ അഖ്യാറിൽ രേഖപ്പെടുത്തുന്നൊരു സംഗതി, ബഹുമാനപ്പെട്ടവർ പറയാറുണ്ടായിരുന്നു, ഖൽഉൽ ജിബാലി ബിൽ ഇബ്രി ഐസറു മിൻ ഇഖ്റാജിൽ കിബ്രി മിനൽ ഖുലൂബ്. ഒരു വലിയ പർവ്വതം, ആ പർവ്വതത്തെ ഒരു സൂചി കൊണ്ട് പറിച്ചെടുക്കുക, ഇതിനേക്കാൾ പ്രയാസമാണ് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും കിബ്രിനെയും റിയാഇനെയും ഒഴിവാക്കുക എന്നുള്ളത്. അതെ, അത് തന്നെയാണ് തസൗഫ്. മനുഷ്യ ഹൃദയത്തിൽ നിന്ന് കിബ്രിനെയും റിയാഇനെയും ഒഴിവാക്കുക എന്നുള്ളത്, അതിനെ ശുദ്ധീകരിക്കുക, ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഒരു വലിയ പർവ്വതത്തെ ഒരു സൂചി കൊണ്ട് ഇളക്കിയെടുക്കലിനേക്കാൾ പ്രയാസമുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് തസൗഫ് എന്നുള്ളത് ഒരു അനുഭവമാണ്. ഒരു അനുഭവമാണ് തസൗഫ്. ബഹുമാനപ്പെട്ട ഹാജി ഖലീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഇൽമു താരീഖിലെ ചരിത്രത്തിലെ വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കശ്ഫുൽ ളുനൂൻ. തസൗഫിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, വലൈസ യഅരിഫുഹു മൻ ലൈസ യശ്ഹദുഹു വകൈഫ യശ്ഹദു ലൗ അശ്ശംസി മക്ഫൂഫു. വളരെ മനോഹരമായിക്കൊണ്ട ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്നത്, ഒരു കണ്ണ് കാണാത്ത പരിപൂർണനായൊരു കുരുടൻ, ആ കുരുടന് എങ്ങനെയാണ് സൂര്യപ്രകാശത്തെ അനുഭവിക്കാനും ആസ്വദിക്കാനും തിരിച്ചറിയാനും സാധിക്കുക? എന്നാൽ ഇത് തന്നെയാണ് തസൗഫിൻ്റെയും അവസ്ഥ. വലൈസ യഅരിഫുഹു മൻ ലൈസ യശ്ഹദുഹു വകൈഫ യശ്ഹദു ലൗ അശ്ശംസി മക്ഫൂഫു. ഒരു ആഴ്മക്ക്, ഒരു മക്ഫൂഫിന് ഒരിക്കലും സൂര്യപ്രകാശത്തെ അനുഭവിക്കാനും മനസ്സിലാക്കാനും സാധ്യമല്ല. ഇതേ രൂപത്തിൽ തന്നെയാണ് തസൗഫ്. തസൗഫിനെ കുറിച്ച് പല തരത്തിലുമുള്ള നിർവചനങ്ങളും മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഹാജി ഖലീഫ തന്നെ തസൗഫിനെ വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, തസൗഫ് എന്നാൽ ഇൽമുൻ യുഅറഫു ബിഹി കൈഫിയത്തു തറഖി അഹ്ലിൽ കമാൽ മിനൻ നൗഇൽ ഇൻസാനി ഫി മദാരിജി സആദതിഹിം. ഒരുപാട് ഇബാറത്തുകൾ വായിച്ച് വിശദീകരിക്കലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്രൗഢമായ സദസ്സിൽ, പ്രത്യേകിച്ച് ഈ ബഹുമാനപ്പെട്ട ദറസിൻ്റെ സന്തതികളുടെ മുന്നിൽ അതിൻ്റെ ആവശ്യമുണ്ട്, പ്രത്യേകിച്ച് ഈ വിഷയത്തിലെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഹാജി ഖലീഫ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇൽമുൻ യുഅറഫു ബിഹി കൈഫിയത്തു തറഖി അഹ്ലിൽ കമാൽ മിനൻ നൗഇൽ ഇൻസാനി ഫി മദാരിജി സആദതിഹിം. ഒരു മനുഷ്യനുണ്ടാകുന്ന വിവിധങ്ങളായ തറഖികളുണ്ട്, വലിയ സ്ഥാനങ്ങൾ, ഒരിക്കലും നിർവചിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ വലിയ സ്ഥാനങ്ങൾ. ആ സ്ഥാനങ്ങളിലേക്ക് ഒരു മനുഷ്യനെ പടിപടിയായി എത്തിക്കുന്ന ഒരു മഹത്തായ ഇൽമ്, അതാണ് ഇൽമു തസൗഫ്. ഏതാണ് ഈ മനുഷ്യന് ലഭിക്കുന്ന വലിയ തറഖികൾ, വലിയ സആദത്തുകൾ? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ടല്ലോ, പല കിതാബുകളിലും കാണാം. ഞാൻ പലപ്പോഴും ഇതുപോലെയുള്ള വേദികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലൗല അന്ന ശയാത്തീന യഹൂബൂന അലാ ഖുലൂബി ബനി ആദം ലനദറു ഇലാ മലകൂതിസ് സമാവാത്. അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ് അവൻ്റെ ഖൽബ്. വലിയ അനുഗ്രഹം. ഒരുപാട് അത്ഭുതങ്ങൾ ആ ഖൽബിനെ കൊണ്ട് പ്രകടിപ്പിക്കുവാനും അനുഭവിക്കാനും സാധിക്കും. പക്ഷെ എന്താ തടസ്സം? പിശാചിൻ്റെ ആധിപത്യം എന്നുള്ളതാണ്. പിശാചിൻ്റെ ആധിപത്യം ഖൽബിൽ നിന്ന് ഒഴിവായി കഴിഞ്ഞാൽ, തൻ്റെ കണ്ണുകൊണ്ടാണെങ്കിലും കാഴ്ച കൊണ്ടാണെങ്കിലും കേൾവി കൊണ്ടാണെങ്കിലും മറ്റേത് അവയവങ്ങളെ കൊണ്ടാണെങ്കിലും ധാരാളം അത്ഭുതങ്ങൾ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ലൗല അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മനുഷ്യ ഹൃദയത്തിൽ നിന്ന് പിശാചിൻ്റെ ശൈത്താനിൻ്റെ സാന്നിധ്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ ലനദറു ഇലാ മലകൂതിസ് സമാവാത്,
പിന്നെ അവൻ്റെ മുന്നിൽ അദൃശ്യമെന്നൊന്നില്ല. എന്തും അവനെ കാണാൻ കഴിയും, എന്തും അവന് പറയാൻ സാധിക്കും. അർശിനെ കാണാനും ലോഹിനെ വായിക്കാനും സ്വർഗം കാണാനും നരകം കാണാനും എന്തും ദൂരം അകലെ എന്നുള്ള ഒന്ന് ആ വ്യക്തിയുടെ മുന്നിലില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് കാണാം. ഞാൻ ഈ വിഷയം പറയുന്നത് ഇൽമു തസൗഫ് അതൊരു മനുഷ്യൻ്റെ തറക്കിക്ക് വേണ്ടിയാണ്, സആദത്തിന് വേണ്ടിയാണ്. സആദത്തിന് തറക്കിക്ക് വിവിധങ്ങളായ മർത്തബകളുണ്ട്. ആ മർത്തബകളുടെ ചില ഉദാഹരണങ്ങളാണ് ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, മഹാനായ ഹൻദല റളിയല്ലാഹു അൻഹുവിനോടുള്ള ഒരു സംസാരത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലൗ കുൻതും കമാ തകൂനൂന ഇൻദി ലസാഫഹത്തുകുമുൽ മലായിക അലാ ഫുർഷിക്കും വഅലാ തുർഖിക്കും. ഒരു ശൈഖിൻ്റെ പരിപൂർണ തർബിയത്തിലായിക്കൊണ്ട്, ഒരു ശൈഖിൻ്റെ പരിപൂർണ റിളയിലും ആ ഫിക്റിലുമായിക്കൊണ്ട് ഒരു മുരീദ്, ഒരു സാലിക്ക് പ്രവേശിക്കുമ്പോൾ കഴിയുമ്പോൾ ആ സാലിക്കിന് മുരീദിന് അനുഭവിക്കാവുന്ന ഒരു അവസ്ഥ എന്ന രൂപത്തിലാണ് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഇതിനെ വിശദീകരിക്കുന്നത്. ലൗ കുൻതും തദൂമൂന, നിങ്ങളെപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിലാണ്, ആ ഫിക്റിലാണ്. എങ്ങനെയാണ് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിലും ഫിക്റിലുമായിക്കൊണ്ട് എപ്പോഴും അങ്ങനെ ആയിത്തീരുക? എങ്ങനെയാണ്? ഒരു ഷെയ്ഖിൻ്റെ തർബിയത്തിലൂടെ, ഒരു ഷെയ്ഖിനെക്കുറിച്ചുള്ള ഫിക്റിലൂടെ, ഒരു ഷെയ്ഖിനെക്കുറിച്ചുള്ള മുറാഖബയിലൂടെ ആ ഒരവസ്ഥ നിങ്ങൾക്ക് എത്തിക്കഴിഞ്ഞാൽ ലസാഫഹത്തുകുമുൽ മലായിക, മലക്കുകൾ നിങ്ങളോട് മുസാഫഹത്ത് ചെയ്യും, മലക്കുകൾ നിങ്ങൾക്ക് കൈ തരും. അലാ ഫുർഷിക്കും വഅലാ തുർഖിക്കും, നിങ്ങൾ കിടക്കണോടത്തും മലായിക്കത്തുണ്ടാകും, നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലും മലക്കുകളുണ്ടാകും, നിങ്ങൾ എവിടെയാണെങ്കിലും മലക്കുകളുണ്ടാകും. പ്രത്യേകിച്ച് ഏതെങ്കിലും അപകടഘട്ടങ്ങളിലൊക്കെ മലായിക്കത്ത് നിങ്ങളുടെ സംരക്ഷണത്തിനും ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ മലക്കുകളെ നിങ്ങൾക്ക് ശരിക്ക് കാണാനും ആ മലക്കുകളെ നിങ്ങൾക്ക് ശരിക്ക് അനുഭവിക്കാനും സാധിക്കും. ഇതാണ് മനുഷ്യന് തസൗഫ് മൂലം ലഭിക്കുന്ന സആദത്തിൻ്റെ തറക്കിയുടെ ചില ഉദാഹരണങ്ങളെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു. ഈ അവസ്ഥയിലേക്ക് എത്തണം. ഈ അവസ്ഥയിലേക്ക് തീർച്ചയായും എത്താൻ കഴിയും. അതിനെല്ലാം തന്നെ സാധ്യമാകുന്ന രീതിയിലാണ് അല്ലാഹു തആല നമ്മെ മനുഷ്യനെ പടച്ചിട്ടുള്ളത്. അതാണ് ആ ഹൃദയം, ആ ഖൽബ്, അലാ വഹിയൽ ഖൽബ്. നമുക്കറിയാമല്ലോ, അറബ് ഭാഷാ സാഹിത്യ നിയമപ്രകാരം വളരെ ഗൗരവപ്പെട്ടൊരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോഴാണ് അല എന്ന വാക്കുപയോഗിച്ചുകൊണ്ട് പറയുക. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖൽബിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അലാ വഹിയൽ ഖൽബ് എന്നാ പറഞ്ഞത്. എന്താണ് ഈ അലാ വഹിയൽ ഖൽബ്? ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഈ അല എന്ന് പറയുന്ന ആ ഹർഫു തൻബീഹിൻ്റെ ഗൗരവം, അതിൻ്റെ പ്രസക്തി, അതിൻ്റെ പ്രത്യേകത അതൊരു മുർഷിദിലൂടെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. തൻ്റെ ഖൽബ് എന്തിനും സാധിക്കുന്ന അവസ്ഥയിലുള്ള ഒരു അതിമഹത്തായ അവയവമാണ്. തീർച്ചയായും ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ ഹദറത്തിലേക്കുള്ള മിഅ്റാജിന് സാധിക്കുന്ന അവയവമാണ് തൻ്റെ ഖൽബ്. ആ ഖൽബിന് പക്ഷേ മുന്നിലുള്ള തടസ്സം പിശാചിൻ്റെ ആധിപത്യമാണ്. ഈ ആധിപത്യത്തെ ഒഴിവാക്കണം. ഈ ആധിപത്യത്തെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഭൂമിയിൽ താമസിക്കുന്ന മനുഷ്യനാണെങ്കിലും അവൻ്റെ മുന്നിൽ അദൃശ്യമായിക്കൊണ്ടൊന്നുമില്ല, അവന് കഴിയാത്തതായിക്കൊണ്ടൊന്നുമില്ല. അതാണല്ലോ മനുഷ്യനെക്കുറിച്ച് അള്ളാഹു ഖലീഫ, അള്ളാഹുവിൻ്റെ ഖലീഫ എന്നാണല്ലോ പറഞ്ഞത്. അള്ളാഹു എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിക്കൊണ്ട് ഈ മനുഷ്യനെ കൊണ്ട് സാധിക്കും. തടസ്സം പിശാചിൻ്റെ ആധിപത്യമാണ്. എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ദീനിന് രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന് ശരീഅത്താണ്, മറ്റൊന്ന് തരീഖത്താണ്. ലളിതമായി പറഞ്ഞാൽ മനുഷ്യൻ്റെ പുറം നന്നാക്കണം, അകവും നന്നാക്കണം. പുറം നന്നാക്കാൻ വേണ്ടിയാണ് ശരീഅത്ത്, അകം നന്നാക്കാൻ വേണ്ടിയാണ് തരീഖത്ത്. ഇത് രണ്ടും കൂടിയാകുമ്പോഴാണ് ദീൻ കാമിലാവൽ. ഈ
ശരീഅത്തിലൂടെ തരീഖത്തിലൂടെ ലാഹിറും ബാത്തിനും പരിപൂർണമായി കഴിഞ്ഞാൽ അതിലൂടെ പല അനുഭവങ്ങളും ഉണ്ടാകും. ഈ അനുഭവങ്ങളെക്കുറിച്ചാണ് സാങ്കേതികമായി കൊണ്ട് ഹഖീഖത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും എന്ന് പറയുന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ശരീഅത്തിനെയും തരീഖത്തിനെയും ഹഖീഖത്തിനെയും ഈ രൂപത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. ലാഹിറും ബാത്തിനും രണ്ടിൻ്റെയും തത്ഹീർ. ഈ രണ്ട് തത്ഹീറുകളും പരിപൂർണമാകുമ്പോൾ അവരിൽ പ്രകടമാകുന്ന പ്രത്യേകമായ അനുഭവങ്ങൾ, ഈ അനുഭവങ്ങളാണ് ഹഖീഖത്ത്. അത് ശരീഅത്തിൻ്റെ തരീഖത്തിൻ്റെ സമറത്താണ്, ഗായത്താണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഈ കമാലിയത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തണം ഒരു മനുഷ്യൻ. ഈ കമാലിയത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്താനുള്ള വഴിയാണ് മുർഷിദ് ഷെയ്ഖ് എന്നുള്ളത്. ഒരു മുർഷിദ് ഷെയ്ഖ് എന്നുള്ളത് ഈ രൂപത്തിലുള്ള കമാലിയത്തിൻ്റെ അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചു തരുന്ന കാര്യമാണ്. അവിടെ പ്രത്യേകം നമ്മൾ അറിയേണ്ടത്, ഒരു കാമിലായ മുർഷിദ്, ഒരു ഷെയ്ഖ് ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്നുള്ളത് അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ്. പലപ്പോഴും അതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ ആ അനുഗ്രഹത്തെക്കുറിച്ച് മനസ്സിലാക്കാറില്ല. അള്ളാഹുവിൻ്റെ എത്ര വലിയ അനുഗ്രഹമാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ. ബഹുമാനപ്പെട്ട കണ്യാല മൗലപ്പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ വഴിയിലേക്ക് നമ്മൾ എത്തിയല്ലോ. നമ്മളൊന്നുമല്ലെങ്കിലും ആ വഴിയിലേക്ക് ബഹുമാനപ്പെട്ട മൂര്യാട് പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾ, ഈ മഹാന്മാരുടെയൊക്കെ വഴിയിലേക്ക്, അവരെപ്പോലെ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ വഴിയിലേക്ക് അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. അത് ചെറുതല്ല. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പ്രത്യേകിച്ച് ഉൻവാനു തൗഫീഖ്, ഒരു ഷെയ്ഖിനെ ലഭിക്കൽ മുരീദിനെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്നു എന്നതിന് ഒരുപാട് പേജുകളോളം വിശദീകരിക്കുന്നൊരു കിതാബാണ് ഉൻവാനു തൗഫീഖ്. ആ ഉൻവാനു തൗഫീഖിൻ്റെ ചർച്ച ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്: ഫഇന്നൽ ലഫ്റ ലാ യഹ്സുലു ഇല്ലാ ബിമുജറദി ഫളിഹി. അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹമാണ് ഒരു മുരീദിന്, ഒരു സാലിക്കിന്, ഒരു മദിയായ ഷെയ്ഖിനെ, ഒരു മുർഷിദിനെ ലഭിക്കുക എന്നുള്ളത്. അത് അള്ളാഹു ചെയ്യുന്ന വലിയ അനുഗ്രഹം. എത്രയോ ആളുകൾ ഈ വഴിയെക്കുറിച്ച്, ഈ മഹാന്മാരെക്കുറിച്ചോ ചിന്തയില്ലാതെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലായിക്കൊണ്ട്, അള്ളാഹു ആ രൂപത്തിലൊന്നും നമ്മൾ ആക്കിയിട്ടില്ലല്ലോ. അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹം. ഈ മഹാന്മാരുടെയൊക്കെ ഫضല് കൊണ്ട്, ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിപ്പിക്കട്ടെ. ഒപ്പം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണേ. പല ആളുകളും പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്, അതെന്ത് ഷെയ്ഖ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ ഷെയ്ഖിൻ്റെ മുരീദന്മാരുടെ അവസ്ഥ കണ്ടില്ലേ? എന്താപ്പാ മുരീദന്മാരുടെ അവസ്ഥ? പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഒരു ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം? തർഖിയത്തിൻ്റെ ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷേ പൊതുവെ മശായിഖിൻ്റെ രീതി തർഖിയത്തല്ല, തെർബിയത്താണ്. ഈ തെർബിയത്തിൻ്റെ രീതിയെക്കുറിച്ച് അൽ അൻവാറുൽ ഖുദ്സിയ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ. അൻവാറുൽ ഖുദ്സിയിൽ വിശദീകരിക്കുന്നുണ്ട്, ഒരു ഷെയ്ഖിനെ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം, ഒരു ഷെയ്ഖിൻ്റെ പക്കൽ നിന്ന് അമലുകൾ സ്വീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു മുരീദ് ഉന്നതമായ അവസ്ഥയിലേക്ക് എത്തണമെന്നില്ല, അങ്ങനെ എത്തിക്കൊള്ളണമെന്നില്ല. ഈ മുരീദിന് സാലിക്കിന് കഠിനമായ ഒരു പങ്കുണ്ട്. നമ്മുടെ മശായിഖൊക്കെ പറയാറുണ്ട്, നല്ലോണം നയിക്കണം, നല്ലോണം അധ്വാനിക്കണമെന്ന്. അൽ അൻവാറുൽ ഖുദ്സി വിശദീകരിക്കുന്നു, ഹുക്മു തൽഖീനി ഷെയ്ഖിൽ മുരീദ് ഹുക്മുൻ നവാസ്. ഈ ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം, ഈ മുരീദിൻ്റെ ഹൃദയത്തിൽ ഷെയ്ഖ് നല്ലൊരു വിത്ത് പാവുകയാണ്. അല്ലത്തി തഗ്രിസു ഫി അർളി യാബിസ യന്തദിർ റബ്ബുഹാ ബിൽ മതർ. നല്ലൊരു വിത്ത. നമുക്കറിയാലോ, കൃഷി ചെയ്യുമ്പോൾ, ഏതെങ്കിലും തൈകളൊക്കെ കുഴിച്ചിടുമ്പോൾ നല്ല വിത്ത് നോക്കിയിട്ടാണ് പാവുക. നല്ല തൈയാണ് ഉപയോഗിക്കുക.
നല്ല തയ്യാകുമ്പോൾ, നല്ല വിത്താകുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണമുണ്ടാകും. പക്ഷേ വിത്തും തയ്യും നന്നായതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതിനാവശ്യമായ വെള്ളം കൊടുക്കണം, അതിനാവശ്യമായ പരിചരണം വേണം. എങ്കിൽ മാത്രമേ ആ വിത്തിൻ്റെ ഗുണം ചെയ്യുകയുള്ളൂ. ഇതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത്. ഹുക്മു തൽഖീനി ശൈഖ് ലിൽ മുരീദ്. ഒരു ഷെയ്ഖ് മുരീദിന് ദിക്ർ കൊടുക്കുക, അമൽ കൊടുക്കുക എന്നാൽ ഹുക്മുൻ നവാസ്, അതൊരു വിത്തിൻ്റെ അവസ്ഥയാണ്. അല്ലത്തി തഅരിദു ഫീ അർളിൻ യാബിസ യന്തലിർ റബ്ബുഹാ ബിൽ മതർ ഫമുറാദുഹാ വസ്തിംദാദുഹാ വൻഇലാഫുഹാ വഖുറൂജു വറഖിഹാ റാജിഉൻ ഇലാ ശിദ്ദത്തി ശുർബിഹാ വഖിഫത്തി. എത്ര കണ്ട് വെള്ളം കൊടുക്കുന്നു, വളം കൊടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും ഈ തൈയുടെ, ഈ വിത്തിൻ്റെ അതിൻ്റെ വളർച്ചയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. ബിഹസ്ബിരി ലാ ഇലാ ഖർസി ഷെയ്ഖ്. ഷെയ്ഖ് ഒരു വിത്ത് നൽകുന്നത് എന്നതുകൊണ്ട് മാത്രം ഈ തൈ മുളക്കുകയും നല്ല കായ്ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്നില്ല. വറുബ്ബമാ ഖറസ ഷെയ്ഖുൻ ഖറസൻ ഫിൽ മുരീദ്. ചിലപ്പോൾ ഒരു മുരീദിൽ ഷെയ്ഖ് വിത്ത് പാകും, എന്നിട്ടോ അതിൻ്റെ യാതൊരു ഫലവും ആ മുരീദിന് ചിലപ്പോൾ അനുഭവിച്ചു കൊള്ളണമെന്നില്ല. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇമ്മാലി ളുഅഫി ഹിമ്മത്തിൽ മുരീദ് ഔ അദമി തവാലി മഅന ദിക്ർ അലാ ഖൽബിഹി വലിസാനിഹി ഫഇന്നഹും ഖാലു ഇന്ന തവാലിയ ദിക്രി ബഅദ തൽഖീൻ കതവാലിൽ മതർ അല നബാതി ബഅദ ഖർസിഹാ. ഒരു തൈ നട്ടാൽ ആ തൈയിന് സമയബന്ധിതമായി കൊണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട്, വളം കൊടുക്കുന്നുണ്ട്, പരിചരണങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇതേ അവസ്ഥയിലാണ് ഒരു ഷെയ്ഖ് മുരീദിന് നൽകുന്ന അമലിൻ്റെ അവസ്ഥ. അത് സമയം നഷ്ടപ്പെടുത്താതെ, ഒരിക്കലും അതിലെന്തെങ്കിലും കുറവുകൾ വരുത്താതെ അതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ നട്ട തൈയിന് അതിൻ്റെ കൃത്യമായി കൊണ്ട് വെള്ളവും വളവും നൽകുമ്പോൾ ആ തൈയുടെ വളർച്ച ഏത് രൂപത്തിലായിരിക്കും? ആ രൂപത്തിലായിരിക്കും ഈ മുരീദിൻ്റെ വളർച്ചയുണ്ടാവുക. എന്നാൽ ചിലപ്പോൾ മുരീദന്മാർ ഷെയ്ഖിൽ നിന്ന് അമൽ വാങ്ങിയ ആളുകൾ ആ ഭാഗം മൈൻഡ് ചെയ്യണമെന്നില്ല. അതിനെക്കുറിച്ചും അൽ അൻവാറുൽ ഖുദ്സി വിശദീകരിക്കുന്നു. ഫഉലിമ അന്നഹു ലാ യക്ഫി അൽ മുരീദ് ബഅദ തൽഖീൻ അൻ യഹ്ളുറ മഅൽ ഫുഖറാ മജ്ലിസ് അദ്ദിക്രി സബാഹൻ വ മസാഅ ഫഖത്ത്. ഷെയ്ഖ് വലിയ ഷെയ്ഖ, ആ ഷെയ്ഖിൽ നിന്ന് അമൽ വാങ്ങിയിട്ടുണ്ട്, ദിക്ർ വാങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ ഷെയ്ഖിൻ്റെ പേരും പറഞ്ഞിങ്ങനെ നടക്കുക. എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനും ആ ഷെയ്ഖിൻ്റെ ആളാണ്, അടുത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് ചില പ്രത്യേകമായ അടയാളങ്ങൾ ചിലപ്പോൾ സ്വീകരിക്കും. ആ രൂപത്തിൽ അങ്ങനെ നടക്കും. പക്ഷെ അതുകൊണ്ടൊരു കാര്യമില്ല. തൈ കുഴിച്ചിട്ടു, അതിന് വെള്ളം കൊടുക്കുന്നില്ല, വളം ചെയ്യുന്നില്ല, തൈ അങ്ങോട്ട് ഉണങ്ങിപ്പോകും. എന്നിട്ടോ കുറേ കാലം കഴിയുമ്പോൾ ഈ മുരീദ് തന്നെ ഈ ഷെയ്ഖിനെ ചിലപ്പോൾ ആക്ഷേപിക്കും. വറുബ്ബമാ ലാമ ഹാദൽ മുരീദ് അശ്ശൈഖ അലാ തൽഖീനിഹി വഖാല വലൗ ഫീ നഫ്സിഹി. മനസ്സിലിങ്ങനെ തോന്നും, മാ കാന ഫീ ഹാജത്തിൻ ബിഹാദ തൽഖീൻ ലിഅന്നഹു ലം യഹ്സുൽ ലീ ബിഹി ഫായിദ. ആ ഷെയ്ഖ് അത്ര ഗുണമുള്ള ഷെയ്ഖൊന്നുമല്ല. കാരണം എത്ര കാലമായി ഞാൻ ആ ഷെയ്ഖിൻ്റെ ആളാണെന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ആ ഷെയ്ഖിനെ കൊണ്ട് എനിക്ക് ഒരു ഗുണം കിട്ടിയിട്ടില്ലല്ലോ, തരീഖത്തിൽ പറയുന്ന, തസൂഫിൽ പറയുന്ന ഒരു ഗുണം എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ എന്നൊരു പക്ഷേ ഈ മുരീദിന് തോന്നും, മനസ്സിലിങ്ങനെ പറയും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണല്ലോ തസൂഫിൻ്റെ ഏത് കിതാബ് നോക്കുമ്പോഴും ഇൽമുൽ കലാമിൻ്റെ ഏത് കിതാബുകൾ പരിശോധിക്കുമ്പോഴും ഇൽമുൽ ഫിഖ്ഹിൻ്റെ ഏത് കിതാബുകൾ പരിശോധിക്കുമ്പോഴും ബഹുമാനമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ മശായിഖിൻ്റെ ആ പ്രത്യേകത, ആ മസിയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ബോധ്യപ്പെടും. ഞാൻ ഒരുപാട് കാലമില്ലെങ്കിലും വളരെ കുറഞ്ഞ സമയം ബഹുമാനപ്പെട്ട കണ്ണേലപ്പാപ്പ ബഹുമാനപ്പെട്ടവർ അനുഭവിച്ചിട്ടുള്ളൂ. അൽഹംദുലില്ലാ, ബഹുമാനപ്പെട്ട മൂര്യാട് പാപ്പ, ബഹുമാനപ്പെട്ട ശൈഖുന, ഏത് കിതാബുകൾ പരിശോധിക്കുമ്പോഴും നമ്മുടെ ഈ വഴി ഹക്കാണ്, അത് പരിപൂർണമായും ഹക്കാകുമെന്ന് നമുക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും. കാരണം നമ്മുടെ ഈ മഹാന്മാരുടെ ഓരോ വാക്കുകളും
അത് ഇൽമുൽ ഫിഖ് ആണെങ്കിലും ഇൽമുൽ കലാം ആണെങ്കിലും ഇൽമു തസവുഫ് ആണെങ്കിലും ദീനുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയങ്ങളാണെങ്കിലും. ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ പറയാറുള്ളൊരു വാക്കാ, നല്ലോണം അധ്വാനിക്കണം. നല്ലോണം, നിങ്ങളൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ടാവും. നല്ലോണം അധ്വാനിക്കണം, നല്ലോണം നയിക്കണം, നയിച്ചാലേ എന്തൊക്കെയിലേക്ക് കിട്ടുള്ളൂ. ഇതാണല്ലോ അവരുടെയൊക്കെ സാധാരണയുള്ള പറച്ചിൽ. അതെ, അത് തന്നെയാണ് ബഹുമാനപ്പെട്ട അൽ അൻവാറുൽ ഖുദ്സിയെ വിശദീകരിച്ചത്. ശൈഖ് ഒരു വിത്ത് നടും, ആ വിത്ത് നല്ല വിത്താ, നല്ല ക്വാളിറ്റിയുള്ള വിത്താ. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, ആ വിത്തിനനുസരിച്ചുള്ള പരിചരണം വേണം. ഈ പരിചരണമാണ് ഈ മശായിഖ് പറയുന്ന ഈ അധ്വാനം, ഈ നയിക്കൽ. അതുണ്ടെങ്കിലേ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഹാജി ഖലീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ആ മഖാമുകളിലേക്ക്, എന്താണ് ഇതിൻ്റെ ഗൗരവം? മലായിക്കത്തിനെ കണ്ണാൽ കാണാൻ കഴിയും, നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. മലക്കുകൾ വന്നുകൊണ്ട് മുസാഫഹത്ത് ചെയ്യും. അലാ ഫുറുഷിക്കും വ തുറുക്കിക്കും, നിങ്ങൾ എവിടെ ചെന്നാലും ഇരിക്കുകയാണെങ്കിലും കിടക്ക, അവിടെയൊക്കെ മലായിക്കത്തുണ്ടാകും. ലനളറു ഇലാ മലകൂത്തി സമാവാത്ത്, രഹസ്യങ്ങളൊന്നും പിന്നെ അവർക്ക് മുന്നിലുണ്ടാവൂല. ഖൽബിൻ്റെ മറ നീങ്ങിക്കഴിഞ്ഞാൽ. എങ്ങനെയാണ് ഈ ഖൽബിൻ്റെ മറ നീങ്ങൽ? ഒരു ശൈഖുമായി മുലാഖാത്ത് ചെയ്തതുകൊണ്ട് മാത്രം, ഒരു ശൈഖുമായി ബൈഅത്ത് ചെയ്തതുകൊണ്ട് മാത്രം, ഒരു ശൈഖിൽ നിന്ന് അമൽ വാങ്ങിയത് കൊണ്ട് മാത്രമായില്ല. അതിന് പരിപൂർണമായും ഹക്കുകളെ നിർവഹിക്കണം. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്. വമിൻ ഷഅനിഹി അല്ലാ യുതീഅൽ മലല മിൻ ഖിറാഅത്തിൽ ഔറാദ് അല്ലതി അമറഹു ബിഹാ ശൈഖുഹു ഫഇന്ന കുല്ല ശൈഖിൻ ഖദ് ജഅലല്ലാഹു മദദഹു വസിറഹു വസിറ ത്വരീഖതിഹി ഫീ ഔറാദിഹി അല്ലതി യഉമറു ബിഹാ അൽ മുരീദ്. അല്ലാഹു തആല ഒരു ശൈഖിൻ്റെ മദദ്, ഒരു ശൈഖിൻ്റെ സിറ്, ആ ശൈഖിൻ്റെ ത്വരീഖത്തിൻ്റെ സിറ് എല്ലാം തന്നെ നിശ്ചയിച്ചിട്ടുള്ളത് ഫീ ഔറാദിഹി, ഈ ശൈഖ് പറയുന്ന ദിക്റുകളിലാണ്. അല്ലത്തി യഉമറു ബിഹാ അൽ മുരീദ്, ശൈഖ് മുരീദിന് നൽകുന്ന അമലുകളിലാണ് ത്വരീഖത്തിൻ്റെ സിറ്, ത്വരീഖത്തിൻ്റെ മദദ്, ശൈഖിൻ്റെ മദദ് എല്ലാം തന്നെ. ഫമൻ തറക വിറുദഹു, ശൈഖ് കൊടുത്ത അമല് വിറുദുകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ ഫഖദ് നകസ അഹദ ശൈഖി, ശൈഖുമായുള്ള കരാറിനവൻ ലംഘിച്ചവരാ. വ അജ്മഉ, ആ വാക്ക് വലിയ ഗൗരവമുള്ള വാക്കാ. വ അജ്മഉ, ഇൽമു തസവ്വുഫിലെ സർവ്വ ആലിമീങ്ങളും പറഞ്ഞിട്ടുണ്ട്, അലാ അന്നഹു മാ ഖതഅ മുരീദുൻ വിറുദഹു ഇല്ലൻ ഖതഅത് അൻഹുൽ അംദാദു ഫീ ദാലിക്കൽ യൗം. ഒരു ദിവസത്തെ വിറുദ് മുടങ്ങിയാൽ ആ ദിവസത്തിലെ മദദ് അവർക്ക് നഷ്ടപ്പെട്ടു. മാ ഖതഅ മുരീദുൻ വിറുദഹു ഇല്ലൻ ഖതഅത് അൻഹുൽ അംദാദു ഫീ ദാലിക്കൽ യൗം. ശൈഖ് നിർദ്ദേശിച്ച അമൽ മുടങ്ങിയാൽ ആ ദിവസത്തിലെ മദദുകൾ അവർക്ക് നഷ്ടപ്പെട്ടു. മാത്രമല്ല, ബഹുമാനപ്പെട്ട അബുൽ ഹസൻ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി തരീഖത്തിൻ്റെ മശായിഖുമാരിൽ പ്രമുഖനാണ്. മഹാനവറുകൾ പറയുന്നു, ലികുല്ലി ഷൈഇൻ ഉഖൂബ, ഏതൊരു ഷൈഇനും ഒരു ഉഖൂബത്തുണ്ട്, ഒരു പരീക്ഷണമുണ്ട്, ഒരു കുരുത്തക്കേടുണ്ട്. വ ഉഖൂബത്തുൽ മുരീദ്, മുരീദിനുണ്ടാകുന്ന കുരുത്തക്കേട്, മുരീദിനുണ്ടാകുന്ന പരീക്ഷണം, ഇൻഖിതാഉഹു അനി ദിക്ർ, ശൈഖ് കൊടുത്ത അമൽ എന്താണോ ആ അമൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മുരീദിനുണ്ടാകുന്ന പരീക്ഷണം. ഇത് വലിയ ഗൗരവമുള്ള സംഗതിയാണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ശൈഖ് നിർദ്ദേശിക്കുന്ന ആ ദിക്റുകൾ, അമലുകൾ, വിറുദുകൾ നമുക്കറിയാലോ. രോഗിയാകുന്ന മുരീദിന്, സാലിക്കിന്, ചികിത്സക്കാരനാകുന്ന ഡോക്ടറാകുന്ന ശൈഖ് നിർദ്ദേശിക്കുന്ന മരുന്നുകളാണ്. ആ മരുന്ന് ക്രമം തെറ്റാൻ പറ്റൂല, അതിൻ്റെ പഥ്യങ്ങൾ ലംഘിക്കപ്പെട്ടുകൂടാ. ക്രമം തെറ്റിയാലോ പഥ്യങ്ങൾ ലംഘിക്കപ്പെട്ടാലോ ഒരു പക്ഷേ വലിയ അപകടങ്ങളായിരിക്കും രോഗശമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ മരുന്ന് മൂലമുണ്ടാവുക. എന്നാൽ ആ ക്രമത്തിൽ അതിൻ്റെ മര്യാദ പോലെ ആ മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴോ ദിക്റുകൾ ഉപയോഗിക്കുമ്പോഴോ വലിയ വലിയ അത്ഭുതങ്ങളും. ഇദാ ദക്കറൽ മുരീദു റബ്ബഹു ബിശിദ്ദത്തിൻ വഅസ്ം തുവിയത് ലഹു മഖാമാതു തരീഖ് ബിസുർഅത്തിൻ മിൻ ഗൈരി ബുത്അ
ഫറബ്ബമാ ഖതഅ ഫീ സഅത്തിൻ മാ ലാ യഖതഉഹു ഗൈറുഹു ഫീ ശഹ്രിൻ വഅക്സർ. കഴിഞ്ഞ ബഹുമാനപ്പെട്ട മൂര്യാട് മൗലപ്പാപ്പ റളിയല്ലാഹു അൻഹു എൻ്റെ ഉറൂസിൽ പങ്കെടുത്തപ്പോൾ പല ഉസ്താദുമാരും പ്രസംഗിക്കുന്നത് കേട്ടു. ലക്ഷക്കണക്കിന് ഫാത്തിഹകളൊക്കെ അവർ ഒരു ദിവസം കൊണ്ട് ഓതിയിരുന്നു. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഫാത്തിഹകൾ ബഹുമാനപ്പെട്ട മൂര്യാട് പാപ്പ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ ചൊല്ലിയിരുന്നു, ഓതിയിരുന്നു ഇഷ്ടം പോലെ. ബഹുമാനപ്പെട്ട മൂര്യാട് പാപ്പ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, പ്രിയമുള്ളവരെ, ആ പേരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയലും ഓർക്കലും തർലിയത്ത് ചെയ്യുകയും അതൊക്കെയായിരിക്കും നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. തഅറളൂ ലിനഫഹാത്തി റഹ്മത്തില്ലാഹ് ഫഇന്ന ലില്ലാഹി നഫഹാത്ത്. അള്ളാഹുവിന് പ്രത്യേകമായ ചില സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലായിരിക്കും അള്ളാഹുവിന് കൊടുക്കുന്നുണ്ടാവുക. ചില ഓഫർ സമയങ്ങളുണ്ടാകും. ഈ മഹാന്മാരെക്കുറിച്ച് നമ്മൾ ഓർക്കുന്നതും പറയുന്നതും അവരെക്കുറിച്ചുള്ള തർലിയത്ത് ചെല്ലുന്നതും ഇങ്ങനെയുള്ള സമയങ്ങളിലാകുമ്പോൾ അതോടുകൂടി അള്ളാഹു ഇഷ്ടം പോലെ നമുക്കാണ് തരും. ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം അങ്ങനെയാണല്ലോ. എങ്ങനെയാണ് ഒരു ദിവസം, അല്ലെങ്കിലും അവരുടെയൊക്കെ ജീവിതം അങ്ങനെയല്ലായിരുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന മഹാനവറുകളെ കുറിച്ച് തന്നെ ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്. എങ്ങനെ ഇതൊക്കെ സാധിക്കണത്, എങ്ങനെ ഇതൊക്കെ കഴിയണം? പകൽ മുഴുവനും സബക്ക്, അതിനിടയിൽ ഇഷ്ടംപോലെ മുഹബ്ബീങ്ങളും മുരീദന്മാരും, മഹല്ല് കാര്യങ്ങൾ, വൈകുന്നേരമായാൽ ദുആ സമ്മേളനങ്ങൾ, തസ്കിയത്തുകൾ, ഇതുപോലെയുള്ള പരിപാടികൾ, അതിനിടയിൽ ഹജ്ജും ഉംറയും സിയാറത്തുകളും. ഇതൊക്കെ എങ്ങനെ സാധിക്കും ഒരു മനുഷ്യനെ കൊണ്ട്? ഇതൊക്കെ എങ്ങനെ ഒരാളെ കൊണ്ട് കഴിയുന്നത്? അതാണ് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്. ഇദാ ദക്കറൽ മുരീദു റബ്ബഹു ബിശിദ്ദത്തിൻ വഅസ്മ. ശൈഖ് നിർദ്ദേശിക്കുന്ന അമലുകൾ കൃത്യമായി കൊണ്ട് നല്ല അസ്മോടുകൂടി ഹിമ്മത്തോടുകൂടി നിർവഹിച്ചാൽ തുവിയതു ലഹു മഖാമാതു തരീഖ് ബിസുർഅത്തിൻ മിൻ ഗൈരി ബുത്അ. അല്ലാഹു അവർക്കൊക്കെ എളുപ്പമാക്കി കൊടുക്കും. ഫറബ്ബമാ ഖതഅ ഫീ സഅ മാ ലാ യഖതഉഹു ഗൈറുഹു ഫീ ശഹ്രിൻ വഅക്സർ. ഒരു സാധാരണ വ്യക്തിക്ക് ഒരു കാര്യം നിർവഹിക്കണമെങ്കിൽ ഒരു മാസം എടുക്കും, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ സമയം എടുക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒറ്റ സാഅത്ത് കൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് നിർവഹിക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മശായിഖ്. ഇതേതോ കേട്ടുകേൾവികളല്ല, ഈ മഹാന്മാരാകുന്ന ഉസ്താദുമാരിലൂടെ നമ്മളൊക്കെ അനുഭവിച്ചതാണ്, നമ്മളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, ബഹുമാനപ്പെട്ട അബുൽ ഖാസിമുൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവരുടെ ഷെയ്ഖാണ് ഷെയ്ഖ് സരിയു സഖ്തി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറയാം, മാ നസല മിനസ് സമാഇ ഇൽമുൻ വജഅലൽ ഹഖ് ലിൽ ഖൽഖി ഇലൈഹി സബീല ഇല്ലാ വജഅല ഫീഹി ഹല്ലൻ വനസീബ. ഞാൻ എൻ്റെ ഷെയ്ഖുമായി കൊണ്ട് ബൈഅത്ത് ചെയ്തു. എൻ്റെ ഷെയ്ഖിൻ്റെ പക്കൽ ഞാൻ ദിക്ർ വാങ്ങി, അമൽ വാങ്ങി. അതിനെ കൃത്യമായിക്കൊണ്ട്, ഞാൻ കൂടുതൽ ഇബാറത്തുകൾ വായിച്ചുകൊണ്ട് വിശദീകരിക്കുന്നില്ല, സമയം കുറവാണല്ലോ. ഈ സംഭവത്തിന് ശേഷം അല്ലാഹു തആല ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് ഏതൊക്കെ ഇൽമുകൾ മനുഷ്യർക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള സർവ്വ ഇൽമുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. കിതാബ് ഓതിയിട്ടോ കിതാബ് മുതാല ചെയ്തിട്ടോ അല്ല. എൻ്റെ ഷെയ്ഖ് എനിക്ക് നൽകിയ ആ അമലിനെ, വിറുതുകളെ ഞാൻ കൃത്യമായി കൊണ്ട് ചെയ്തപ്പോൾ, നിർവഹിച്ചപ്പോൾ. പലപ്പോഴും നമ്മളെ മശായിഖിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവരെവിടെ ഓതിയത്, എത്ര കാലമാണ് ഓതിയത്, ഏതൊക്കെ കിതാബുകളാണ് ഉണ്ടാക്കിയത്, എത്ര ശറഹുകളാണ് അവരൊക്കെ എഴുതിയിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് പലരും നിരൂപിക്കാറുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, വരികളിലൂടെ അല്ല ഇൽമ്, വരികളിലൂടെ അല്ല ഇൽമ്, അത് അള്ളാഹുവിൻ്റെ നൂറാണ്. ഒരു അടിമയും ഉടമയും തമ്മിൽ ഒത്തുകഴിഞ്ഞാൽ, അടുത്തു കഴിഞ്ഞാൽ
ആ ഉടമ അടിമയ്ക്ക് എന്തും നൽകും. അതാണ് ബഹുമാനപ്പെട്ട ജുനൈദ് അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എൻ്റെ ഷെയ്ഖുമായി കൊണ്ട് ഞാൻ ബയ്യത്ത് ചെയ്തു, ഷെയ്ഖിൽ നിന്ന് ഞാൻ തൽഖീൻ ചെയ്തു, ഷെയ്ഖ് എനിക്ക് തൽഖീൻ ചെയ്തു തന്നു, ഷെയ്ഖ് നൽകിയ അമലുകളെ ദിക്റുകളെ കൃത്യമായി കൊണ്ട് ഞാൻ നടന്നു. അതോടുകൂടി അല്ലാഹു തആല ഭൂമിയിലേക്ക് ഏതൊക്കെ ഇൽമുകൾ മനുഷ്യർക്ക് വേണ്ടി ഖൽക്കിന് വേണ്ടി ഇറക്കിയിട്ടുണ്ടോ ആ ഇൽമുകളെല്ലാം തന്നെ എനിക്കൊരു ഹല്ലുണ്ടായിട്ടുണ്ട്, നസീബുണ്ടായിട്ടുണ്ട്. എത്രത്തോളം ഞാൻ തസൗഫിനെ കുറിച്ചോ തരീഖത്തിനെ കുറിച്ചോ അല്ല കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മശായിഖിൻ്റെ ഖദർ നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മുടെ വിജയം. ബഹുമാനപ്പെട്ട മൂര്യാട് പാപ്പ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട ഷെയ്ഖിനെയും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് എൻ്റെ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും കൂടെ ഉണ്ടാകും. അത് ബറിയിലാണെങ്കിലും ബഹറിലാണെങ്കിലും എവിടെ ഉറക്കിലാണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും എപ്പോഴാണെങ്കിലും. നിങ്ങളൊക്കെ ഇഷ്ടം പോലെ കേട്ടവരാവുമല്ലോ. ഒരു പുതിയ കാര്യമെന്ന നിലക്കല്ല ഞാനിതൊന്നും നിങ്ങളോട് പറയുന്നത്. ഇതൊക്കെ പറയുക എന്നുള്ളത് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ വലിയ ഇബാദത്താണ്. ഈ മഹാന്മാരുടെ മദത് ലഭിക്കാൻ വലിയ സബബായിരിക്കും അതൊക്കെ. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്, ഇദാ സദഖൽ മുരീദു മഅ ശൈഖിഹി, ഒരു മുരീദും ഷെയ്ഖും തമ്മിലുള്ള ബന്ധം നല്ല ബന്ധമായി കഴിഞ്ഞാൽ, വനാദാ ശൈഖഹു മിൻ മസീറത്തി അൽഫി ആം, ഷെയ്ഖും മുരീദും തമ്മിലുള്ള അകലം 1000 ഫർസഖ് അകലമുണ്ട്. ആ സമയത്താണ് ഒരു മുരീദ് ഷെയ്ഖിനെ വിളിക്കുന്നത്. എന്നാൽ അജാബഹു, ആ ഷെയ്ഖ് മുരീദിന് ഉത്തരം ചെയ്യും. ഹയ്യങ്കാന ഷെയ്ഖു ഔ മയ്യിത, ഷെയ്ഖ് ഹയാത്തുള്ള ഷെയ്ഖാണെങ്കിലും അല്ല വഫാത്തായ ഷെയ്ഖാണെങ്കിലും. എന്താണ് ഈ പറഞ്ഞത്? ഇതാ സദഖൽ മുരീദു മഅ ശൈഖിഹി, ഒരു ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം യഥാർത്ഥ ബന്ധമായി കഴിഞ്ഞാൽ, വനാദാ ഷെയ്ഖഹു, ഒരു മുരീദ് തൻ്റെ ആവശ്യത്തിന് വേണ്ടി ഷെയ്ഖിനെ വിളിക്കുക, മിൻ മസീറത്തി അൽഫി ആം, 1000 ഫർസഖ് അകലെയുണ്ട്, ദൂരമുണ്ട്. എന്നാലും അജാബഹു, ഈ ഷെയ്ഖ് മുരീദിന് ഉത്തരം ചെയ്യും. ഹയ്യങ്കാന ഷെയ്ഖു മയ്യിത. അതുകൊണ്ട് ഫല്യതവജ്ജഹി സാദിഖ് ബിഖൽബിഹി ഇലാ ഷെയ്ഖിഹി, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൽബ് കൊണ്ടും തസവ്വുറാക്കിയാൽ തന്നെ മതി. ഫീ കുല്ലി അംരിൻ ദഹിമഹു ഫീ ദാരി ദുനിയ, തൻ്റെ ദുന്യവിയായ ജീവിതത്തിൽ തനിക്ക് പ്രയാസമുണ്ടാക്കുന്ന ഏത് വിഷയമാണെങ്കിലും, ഫഇന്നഹു യസ്മഉ സൗത ഷെയ്ഖിഹി, അങ്ങനെ ഷെയ്ഖ് ഉത്തരം ചെയ്യുമ്പോൾ ആ ഷെയ്ഖിൻ്റെ ശബ്ദം മുരീദിനെ കേൾക്കാനും കഴിയും. ഷെയ്ഖ് വിളിക്കുമ്പോൾ ഷെയ്ഖിന് ആ ശബ്ദം കേൾക്കും. മുരീദിൻ്റെ ഇജാബത്തും പരിപൂർണമായും മുരീദിന് അനുഭവപ്പെടും. ഫഇന്നഹു യസ്മഉ സൗത ഷെയ്ഖി, ഷെയ്ഖിൻ്റെ ശബ്ദം മുരീദിനും കേൾക്കാൻ സാധിക്കും. വറദ്ദ അലൈഹി മിൻ മുഷ്കിലാത്തി സിർരി, തൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങൾക്കൊക്കെ ആ ഷെയ്ഖ് മറുപടി പറഞ്ഞു തരും. എങ്ങനെയാണത്? യത്ബഖു ഐനഹു, മുരീദിൻ്റെ കണ്ണ് ചിമ്മും. വയഫ്തഹു ഐന ഖൽബിഹി, ഹൃദയം കൊണ്ടായിരിക്കും കൽബ് കൊണ്ടായിരിക്കും ഷെയ്ഖിലേക്ക് തവജ്ജുഹാകുന്നുണ്ടാവുക. ഫഇന്നഹു യറാ ഷെയ്ഖഹു ജിഹാറ, അങ്ങനെ വരുമ്പോൾ ആ നിലക്കുള്ളൊരു ബന്ധമുണ്ടാകുമ്പോൾ ഫഇന്നഹു യറാ ഷെയ്ഖഹു ജിഹാറ, കണ്ണാൽ തന്നെ എത്ര അകലെയുള്ള ഷെയ്ഖാണെങ്കിലും വഫാത്തായ ഷെയ്ഖാണെങ്കിലും നേർക്ക് നേരെ ഷെയ്ഖിനെ കാണാനും, ഫഇദാ റആഹു, അങ്ങനെ ഷെയ്ഖിനെ കണ്ടു കഴിഞ്ഞാൽ ഫല്യസ്അലുഹു അമ്മാ ശാഅ, പിന്നെ ആവശ്യമുള്ളതൊക്കെ ഷെയ്ഖിനോട് ചോദിക്കാനും കഴിയും. ആവശ്യമുള്ളതൊക്കെ ഷെയ്ഖിനോട് ചോദിക്കാനും കഴിയും. ഇതാണ് ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം. എങ്ങനെയാണ് ഈ ബന്ധം? ഒരു ഷെയ്ഖിനോട് മുരീദിന് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ഹക്ക് 2 ഹക്കുകളാണ് തസൂഫിൻ്റെ കിതാബുകളൊക്കെ പറയുന്നത്. ഒന്ന്, ഷെയ്ഖ് കൊടുത്ത അമലുകളെ കൃത്യമായി കൊണ്ട് നിർവഹിക്കുക. മറ്റൊന്ന്, ഷെയ്ഖിനോട് കാണിക്കുന്ന അദബും, പരിപൂർണമായ അദബും. ഈ 2 കാര്യങ്ങളാണ്. അദബിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു തന്നെ വിശദീകരിക്കുന്നുണ്ട്. അദബിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മല്ലം യഅ്തഖിദ് ഫീ ശൈഖിഹി അൽ കമാൽ ലാ യഫ്ലഹു അലാ യദിഹി അബദാ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മല്ലം യഅ്തഖിദ് ഫീ ശൈഖിഹി അൽ കമാൽ ലാ യഫ്ലഹു അലാ യദിഹി അബദാ.
തരക്കടൊന്നുമില്ല. അതല്ല, അങ്ങനെയല്ല. എന്നെ നന്നാക്കാൻ, എന്നെ തർബിയത്ത് ചെയ്യാൻ, എന്നെ തസ്കിയത്ത് ചെയ്യാൻ എൻ്റെ ഷെയ്ഖ് പരിപൂർണമായും കാമിലാണ് എന്ന ഇഅ്തിഖാദ് ഇല്ലെങ്കിൽ, ആ വിശ്വാസമില്ലെങ്കിൽ, ലാ യഫ്ലഹു അലാ യദിഹി അബദ, ആ ഷെയ്ഖിലൂടെ ആ മുരീദിന് വിജയിക്കാൻ സാധ്യമല്ല. എത്ര തസ്ബീഹ് മറിച്ച് നടന്നിട്ടും കാര്യമില്ല. ഷെയ്ഖിനെ കുറിച്ച് ശരിയായ ധാരണ ഉണ്ടാവണം. ഷെയ്ഖ് കാമിലാണെന്ന് ഇഅ്തിഖാദ് ചെയ്യണം. ആ ഇഅ്തിഖാദിലൂടെ മാത്രമേ ഒരു മുരീദിന് വിജയങ്ങളെ കരസ്ഥമാക്കാൻ സാധ്യമാകൂ. മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ വീണ്ടും വിശദീകരിക്കുന്നു, മല്ലം യഹ്ഫളിൽ അദബ മഅൽ മശായിഖ് സല്ലല്ലാഹു അലൈഹിൽ കിലാബല്ലത്തി തുഅ്ദീഹി. മല്ലം യഹ്ഫളിൽ അദബ മഅൽ മശായിഖ്, മശായിഖിൻ്റെ കൂടെ അദബോടുകൂടി നിർവഹിച്ചിട്ടില്ലെങ്കിൽ, സല്ലല്ലാഹു അലൈഹിൽ കിലാബല്ലത്തി തുഅ്ദീഹി, കിലാബ് പറയുന്ന നായ്ക്കളെന്ന അർത്ഥം. ഈ മനുഷ്യനെ ബുദ്ധിമുട്ടാക്കുന്ന പല തരത്തിലുമുള്ള മുസീബത്തുകളും ആ മുരീദിന് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഷെയ്ഖിനോടുള്ള ഹുർമത്തിനെ പാലിച്ചിട്ടില്ലെങ്കിൽ അത് ചിലപ്പോൾ രോഗങ്ങളാകും, ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ശത്രുക്കളാകും, ചിലപ്പോൾ ആളുകൾക്കിടയിൽ എന്തെങ്കിലും മാനക്കേടിലാകും, അങ്ങനെ അല്ലെങ്കിൽ വീട്ടിലകത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാകും. സല്ലല്ലാഹു അലൈഹിൽ കിലാബല്ലത്തി തുഅ്ദീഹി, ഷെയ്ഖിനോടുള്ള അത് വളരെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുരീദിന് തസൗഫിൻ്റെ കിതാബുകളിൽ പറയപ്പെടുന്ന കാര്യം രണ്ടാണ്. ഒരു മുരീദിന് തറക്കിയും സആദത്തും ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഷെയ്ഖ് നിർദ്ദേശിച്ച അമലുകളെ കൃത്യമായി കൊണ്ട് മുടക്കം കൂടാതെ നിർവഹിക്കുക. മറ്റൊന്ന്, ഷെയ്ഖിനോട് പരിപൂർണമായി അദബിലായിക്കൊണ്ട്. അദബിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ ഷെയ്ഖ് കാമിലാകുന്നു എന്ന ഇഅ്തിഖാദാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, അത് ഇന്നും നിലയിൽ തുടങ്ങിയൊന്നല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു പടച്ചു, ഭൂമിയിലേക്ക് അയച്ചു. അന്നു മുതൽക്കേ ഫിത്നയും ഫസാദുമുണ്ട്. അത് ഖിയാമം വരെ ഉണ്ടാവുകയും ചെയ്യും. എന്ന് മാത്രമല്ല, ഒരു പക്ഷേ ഏറ്റവും അധികം ഉണ്ടാകുന്നതും അത് തന്നെയായിരിക്കും. അത്തരം വസ്വാസുകളിലും ഇൽത്തിബാസിലും ഒരിക്കലും മുരീദോ സാലിക്കോ പെട്ടു പോകരുത്. ഒരു ഷെയ്ഖിനോടുള്ള അദബിനെ പരിപൂർണമായും പരിഗണിച്ചിട്ടില്ല എങ്കിൽ സല്ലല്ലാഹു അലൈഹിൽ കിലാബല്ലത്തി തുഅ്ദീഹി. മാത്രമല്ല, വമൻ ഹറമ ഇഹ്തിറാമൽ അശ്യാഖ്, ഷെയ്ഖുമാരോടുള്ള ഹുർമത്തിനെ പാലിച്ചിട്ടില്ലെങ്കിൽ ഇബ്തലാഹുല്ലാഹു തആല ബിൽ മഖ്തി ബൈനൽ ഇബാദ്, ആളുകൾക്കിടയിൽ അല്ലാഹു തആല മാനക്കേടിലാക്കും. വഹറമ നൂറൽ ഈമാൻ, ആ മനുഷ്യന് പിന്നെ ഈമാനിൻ്റെ നൂറ് കിട്ടൂല. എത്രത്തോളം ബഹുമാനപ്പെട്ടവർ തന്നെ വിശദീകരിക്കുന്നു, മിൻ അദബിൽ മുരീദ്, ഒരു മുരീദ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഇദാ സാറ ഷെയ്ഖൻ ഫി ഖബ്രി, ഒരു ഷെയ്ഖിൻ്റെ വഫാത്തിന് ശേഷം പട്ടിക്കാട്ട മക്കാമിലും പനങ്ങാങ്ങര മക്കാമിലൊക്കെ നമ്മൾ പോകുമ്പോൾ, അതുപോലെയുള്ള മക്കാമിലൊക്കെ പോകുമ്പോൾ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മിൻ അദബിൽ മുരീദ് ഇദാ സാറ ഷെയ്ഖ, ഒരു മുരീദിൻ്റെ അദബാണ് ഷെയ്ഖിനെ സിയാറത്ത് ചെയ്യുമ്പോൾ അല്ലാ യഅ്തഖിദ അന്നഹു മയ്യിത്തുല്ല യസ്മഉഹു, ഷെയ്ഖ് വഫാത്തായിട്ടുണ്ട്, ഞാൻ പറഞ്ഞതൊന്നും ഷെയ്ഖ് കേൾക്കൂല എന്ന് ഇഅ്തിഖാദ് ചെയ്യരുത്, എന്ന് വിശ്വസിക്കരുത്. ബലിൽ അദബു, ഒരു മുരീദ് ചെയ്യേണ്ടുന്ന കാണിക്കേണ്ടുന്ന അദബ് അൻ യഅ്തഖിദ ഹയാതഹുൽ ബർസഖിയ്യ, എന്നാലേ ലിയനാല ബറകത്തുഹു, അപ്പോഴേ ആ ഷെയ്ഖിൻ്റെ ബറക്കത്ത് ലഭിക്കൂ. ഫഇന്നൽ അബ്ദ, ഇനി പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഫഇന്നൽ അബ്ദ, ഒരു മുരീദ് ഇദാ സാറ വലിയ, ഒരു ഷെയ്ഖിനെ, ഒരു വലിയനെ സിയാറത്ത് ചെയ്യുമ്പോൾ വദക്കറല്ലാഹ ഇൻദ ഖബ്രി, ആ ഷെയ്ഖിൻ്റെ ഖബറിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് ആ ഷെയ്ഖ് കൊടുത്ത അമല് നിർവഹിക്കുകയും ചെയ്യുമ്പോൾ, വിറുതുകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോൾ ഫലാ ബുദ്ദ അന്ന ദാലിക്കൽ വലിയ യജ്ലിസു ഫീ ഖബ്രി, തൻ്റെ ഷെയ്ഖ് ഖബറിൽ ഈ മുരീദിന് വേണ്ടി എണീറ്റിരിക്കും. ഒരു മക്കാമിൽ പോയി ആ ഷെയ്ഖ് കൊടുത്ത അമല് ആ ഷെയ്ഖിൻ്റെ അടുത്ത് വെച്ചുകൊണ്ട് നിർവഹിക്കുമ്പോൾ ഫലാ ബുദ്ദ അന്ന ദാലിക്കൽ വലിയ യജ്ലിസു ഫീ ഖബ്രി, ഈ മുരീദിന് വേണ്ടി ഖബറിൽ എണീറ്റിരിക്കും. എന്നിട്ടോ വയദ്കുറുല്ലാഹ മഅഹു, ഈ മുരീദ് ആ അമലങ്ങനെ നിർവഹിക്കുമ്പോൾ മുരീദിൻ്റെ കൂടെ ഷെയ്ഖും ഖബറിൽ നിന്നുകൊണ്ട് അമലങ്ങനെ ചെയ്യും. അൽഹംദുലില്ലാ, എത്ര മനോഹരമാണ് മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ചെയ്യുന്ന ഫളൽ. വയദ്കുറുല്ലാഹ മഅഹു, ഖബറിൻ്റെ പുറത്ത് മക്കാമിൽ
മുരീദ് അമൽ നിർവഹിക്കുമ്പോൾ ഈ മുരീദിൻ്റെ കൂടെ ഷെയ്ഖും ഖബറിൽ നിന്നുകൊണ്ട് അമൽ ചെയ്യും. എന്താ അതിനൊക്കെ തെളിവ്? കമാ ഷഹിദിന ദാലിക മിറാറ, ഇതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് അനുഭവം ഉണ്ടായതാ. ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഅൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഖബർ സന്ദർശിച്ചപ്പോൾ സിയാറത്ത് ചെയ്തപ്പോൾ ഈ അനുഭവം ധാരാളം ഉണ്ടായിട്ടുണ്ട്. വമഅദിന്നൂനിൽ മുസ്രി റളിയല്ലാഹു, അവരുടെ കൂടെയും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വമാ ജമാഅത്തിൻ മശായിഖിൽ ഖറാഫ, ഖറാഫയിൽ മറവ് ചെയ്യപ്പെട്ട ധാരാളം മശായിഖിൻ്റെ കൂടെയും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഫഇല്ലം യശ്ഹദ് ദാലിക, എന്ന ഒരു ഷെയ്ഖിനെ സിയാറത്ത് ചെയ്യുമ്പോൾ ഇത്തരം അനുഭവങ്ങളൊന്നും ഒരാൾക്ക് ഉണ്ടാകുന്നില്ലെങ്കിൽ ഫഅഖല്ലു മറാത്തിബിഹി അൽ ഈമാൻ ബി ഹയാതിഹിൽ മദ്കൂറ, എനിക്കിങ്ങനൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ എന്ന് കരുതിക്കൊണ്ടാവും നിഷേധിക്കണ്ട. അവരുടെ ഖബറിൽ ഹയാത്തുള്ളവരാണെന്നും ഇത്തരത്തിലുള്ള സംഗതികൾ അവർക്കുണ്ടാകുമെന്നും ഏറ്റവും മിനിമം അവർ വിശ്വസിക്കണം. ഇതാണ് ഏറ്റവും ചുരുങ്ങിയ മഖാമ്, ഏറ്റവും ചുരുങ്ങിയ അദബ് ഇതാകുന്നു എന്ന. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ട ബന്ധമാണ്. തസൂഫിൻ്റെ പല കിതാബുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, ഹിജ്റ 900 തെർബിയത്ത് മുറിഞ്ഞു പോയിട്ടുണ്ട്. എത്രത്തോളം? തസൂഫിൻ്റെ ഉലമാഇന് അഭിപ്രായ വ്യത്യാസമില്ല. ഹിജ്റ 900 തെർബിയത്ത് മുറിഞ്ഞു പോയി. അപ്പോൾ അതിനുശേഷം മുറബിമാരുണ്ടാവുകയില്ല, മുർഷിദുമാരുണ്ടാവുകയില്ല, തഅലീമിൻ്റെ ഷെയ്ഖ് മാത്രമേ ഉണ്ടാകൂ എന്ന് പല കിതാബുകളിലും കാണാം. എന്നാൽ ഇൽമു തസൂഫിലെ വളരെ പ്രധാനപ്പെട്ട കിതാബാണ് അൽ ഇബ്രീസ്, അൽ ബഹ്ജത്തു സനിയ്യ. ഈ കിതാബുകളിലൊക്കെ ഇത് സംബന്ധമായിക്കൊണ്ട് ധാരാളം ചർച്ചകളുണ്ട്. ഈ ചർച്ചകളുടെയൊക്കെ ചുരുക്കം എന്താണെന്നറിയോ? ഈ ചർച്ചകളുടെ എല്ലാം തന്നെ ഹാസിൽ ഒരിക്കലും തെർബിയത്തും തസ്കിയത്തും ഖിയാമത്ത് നാൾ വരെ മുറിഞ്ഞു പോവുകയില്ല. അത് ദീനാണ്. ഫൽയുബല്ലിഗ് ഷാഹിദു അൽ ഗായിബ്, ഇതാണ് തെർബിയത്ത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊരു അമ്രല്ല, അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്നൊരു അമ്രല്ല. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രഖ്യാപനമാണ്. ഫൽയുബല്ലിഗു ഷാഹിദു അൽ ഗായിബ്, ഇതെന്നും അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഷാഹിദ് ഗായിബിനക്ക് അങ്ങനെ നിർവഹിച്ചു കൊണ്ടേയിരിക്കും. ഏതാണ് ഈ ഷാഹിദും ഗായിബും? ഫൽയുബല്ലിഗു ഷാഹിദ് അൽ ഗായിബ്, ഇവിടെയുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇതാണല്ലോ ഹദീസിൻ്റെ ലാഹിർ മഅന. എന്നാൽ മഹാന്മാരാകുന്ന സൂഫിയാക്കൾ, ഔലിയാക്കൾ ഈ ഹദീസിന് പറയുന്നൊരു അർത്ഥമുണ്ട്. ഫൽയുബല്ലിഗു ഷാഹിദ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മശായിഖുമായി കൊണ്ട് മുരീദിനുണ്ടാകുന്ന അനുഭവങ്ങൾ. ഇങ്ങനെ ഈ ഷുഹൂദിൻ്റെ മഖാമിലെത്തിയ ആളുകൾ അൽ ഗായിബ്, ഈ മഖാമിലെത്താത്ത ആളുകൾക്ക് അതങ്ങനെ പകർന്നുകൊണ്ടേയിരിക്കും. തർബിയത്ത് ഒരിക്കലും മുങ്കത്തി ആവൂല. ഈ ഷുഹൂദും ഗൈബത്തും, ഈ രണ്ടവസ്ഥകൾ, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, ആ മഖാമിലേക്ക് ഒരു മുരീദ് എത്തണം. അതുവരെ ആ ഒരു മഖാമിലേക്ക് എപ്പോഴും ഈ മുരീദ്, അതിനുവേണ്ടി ഈ ഷെയ്ഖ് എപ്പോഴും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഷെയ്ഖിന് മാത്രമല്ല അവിടെ ഡ്യൂട്ടി നിർവഹിക്കാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ, ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുഭവിച്ചവരാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നാൽ അതേ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയും കേൾക്കുകയും ഒപ്പം ഒരുമിച്ച് കൂടുകയും ചെയ്ത കൂട്ടത്തിലൊരാൾ തന്നെയാണല്ലോ അബൂജഹലും. എന്താ മാറ്റം? എന്താണ് മാറ്റം? ഒരു ഷെയ്ഖുമായുള്ള മുലാഖാത്ത് മാത്രമല്ല, ഒരു ഷെയ്ഖുമായുള്ള ഇജ്തിമാഅ് മാത്രമല്ല,
എന്നാൽ മുലാഖാത്ത് കൊണ്ട് മാത്രം, ഇജ്തിമാ കൊണ്ട് മാത്രം ഉന്നതമായ മക്കാമിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. പക്ഷെ അത് തരീഖത്തിൻ്റെ തസ്കിയത്തിൻ്റെ പൊതുവായ രീതിയല്ല. തർക്കിയത്തിൻ്റെ മശായിഖുമാർ എന്നാണ് അവരെക്കുറിച്ച് പറയുക. എന്നാൽ മശായിഖാണെങ്കിലും മുരീദുമാരാണെങ്കിലും അതിൽ കാമിലീങ്ങൾ തെറബിയത്തിലൂടെ, ആ വാക്ക് തന്നെ അങ്ങനെയാണല്ലോ, തെറബിയത്തിലൂടെ, തെറബിയത്ത് ഘട്ടം ഘട്ടമായിക്കൊണ്ട് ആവശ്യാനുസരണം അതങ്ങനെ വളർത്തി കൊണ്ടുപോവുക. ഈ തെറബിയത്തിൻ്റെ ഷെയ്ഖുമാരെക്കുറിച്ച് പറയുന്നത് ഹിജ്റ 900 ഒരു മുറിഞ്ഞു, ഇനി ഉണ്ടാകൂല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ശരിയാണ്, ഒരിക്കലും ഉണ്ടാവൂല എന്നല്ല. ഇഷ്ടംപോലെ കള്ളന്മാർ കയറിക്കൂടി, ധാരാളം കള്ളന്മാർ, ഇഷ്ടം പോലെ കള്ളന്മാർ. നമ്മൾ പ്രത്യേകിച്ച് ഒരാളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല പറയുന്നത്, വലിയ മർത്തബ നടിച്ചുകൊണ്ടുള്ള പല ആളുകളും. അങ്ങനെ ഈ മഹിതമായ സബീൽ, ഈ ബഹുമാനപ്പെട്ട ഈ സുലൂക്കിൻ്റെ വഴി, ഈ വഴി പല ഡ്യൂപ്ലിക്കേറ്റ് ഷെയ്ഖുമാരും കയറിക്കൂടി ഈ വഴിയെ മലീമസമാക്കിയപ്പോൾ യഥാർത്ഥ ഷെയ്ഖുമാരോട് അന്നുള്ള ആലിമീങ്ങളും വലിയ വലിയ ആളുകളും നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ ഈ തെറബിയത്തിൻ്റെ, ഈ തസ്കിയത്തിൻ്റെ ഈ പരസ്യമായ രീതി ഒഴിവാക്കണം. ആവശ്യമുള്ള ആളുകൾ കണ്ടെത്തട്ടെ. അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് തൽക്കീൻ ചെയ്തു കൊടുത്തോ, നിങ്ങൾ അവർക്ക് ബൈഅത്ത് ചെയ്തോ. നിങ്ങൾ പരസ്യമായിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളെ മറ പിടിച്ചുകൊണ്ട് നിങ്ങൾ ധരിക്കുന്ന അതേപോലത്തെ വസ്ത്രം, നിങ്ങൾ കെട്ടുന്ന തലയെക്കെട്ട് അതേപോലെ തലയെക്കെട്ട്, നിങ്ങൾ പിടിക്കുന്ന തസ്ബീഹ്മാല അതേപോലെ തസ്ബീഹ്മാല, പക്ഷെ ആൾ മൂത്ത കള്ളനായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ ഉമ്മത്ത് ഫസാദാകും. അതുകൊണ്ടത് പാടില്ല. അൽ ബഹ്ജത്തു സനിയ്യ, എത്രത്തോളം ലാ യഖ്ഫ അന്ന മൻ തസദ്ദറ ലിൽ മശീഖത്തി മിൻ ഗൈരി ഇദ്നിൻ ഫമാ യഫ്സുദുഹു അക്സറു മിമ്മാ യുസ്ലിഹുഹു വഅലൈഹി ഇസ്മു ഖാതിഇ ത്വരീഖ് ഫഇന്നഹു ബിമഅ്സലിൻ അൻ റുത്ബത്തിൽ മുരീദീന الصادقين فضلا عن المشايخ العارفين وإياك أن تصحب أحدا من المدعين للطريق بلبس الزي. എന്താ അവർക്കുള്ള യോഗ്യത? അവർക്ക് നല്ല വേഷങ്ങളുണ്ടാകും, വ്യത്യസ്ത വർണ്ണങ്ങൾ, വ്യത്യസ്ത രീതികൾ, ഇതൊക്കെ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൻ തസദ്ദറ, ഒരാൾ ഷെയ്ഖാവാൻ ഒരുങ്ങുന്നു, മിൻ ഗൈരി ഇദ്നിൻ, യോഗ്യരായ ആളുകൾ അവർക്ക് ഇതിന് നൽകിയിട്ടില്ല. എന്നാൽ ഫമാ യഫ്സുദുഹു അവരെ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഫസാദാണ്. മാത്രമല്ല ഫഇന്നഹും ആദാമിന സഅബാൻ, നല്ല കരിമൂർഖനെ കൊണ്ടുണ്ടാകുന്ന പ്രയാസത്തേക്കാൾ വലിയ പ്രയാസമാണ് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുണ്ടാവുക. വദാലിക ലിഅന്നക തഷ്ഹദുൽ അദാമിന സഅബാൻ ഫതഅഖുദു മിൻഹു ഹദറക്. കാരണം ഒരു മൂർഖൻ പാമ്പാകുമ്പോൾ ആ മൂർഖൻ അത് പാമ്പാണ്, തന്നെ ബുദ്ധിമുട്ടാക്കും എന്നുള്ള ഒരു കരുതലുണ്ടാകും. വലാ ഹാക്കദ മൻ ലഹറ മൽഹറ സലാഹ്, എന്നാൽ ഷെയ്ഖിൻ്റെ രൂപം നടിച്ചുകൊണ്ട്, വേഷം ധരിച്ചുകൊണ്ട് വരുന്ന ആളുകൾ നല്ല മനുഷ്യരാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. പക്ഷേ അവരാണ് ഏറ്റവും കൂടുതൽ ഫസാദ് ഉണ്ടാക്കുന്നവർ. അവർ മൂർഖനെ കൊണ്ടുണ്ടാകുന്ന പ്രയാസം എന്താണ്? അതിനേക്കാൾ കഠിനമായ പ്രയാസമായിരിക്കും ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ടുണ്ടാവുക. ഇങ്ങനെ ഈ തെറബിയത്തിൻ്റെ സുലൂക്കിൻ്റെ രംഗം വ്യാജന്മാരെ കൊണ്ടാകെ മലീമസമാക്കപ്പെട്ടപ്പോൾ അന്നത്തെ ഇമാമാർ, ആലിമീങ്ങൾ യഥാർത്ഥ ഷെയ്ഖുമാരോട് പറഞ്ഞു, നിങ്ങൾ പരസ്യമായിക്കൊണ്ടുള്ള ഈ തെറബിയത്തിൻ്റെ തസ്കിയത്തിൻ്റെ രീതി നിങ്ങൾ മറച്ചു വെക്കണം. മഹാന്മാരാകും നമ്മുടെ മശായിഖിൻ്റെ ഒക്കെ അവസ്ഥ അങ്ങനെയാണല്ലോ. അവരൊന്നും ഒരിക്കലും തരീഖത്ത് സമ്മേളനോ ഖിലാഫത്ത് സമ്മേളനോ എവിടെങ്കിലും ഒരാളെ കൂട്ടി പോവുകയാണെങ്കിൽ ഇന്ന ആൾക്ക് അമല് കൊടുക്കണം, അവൻ്റെ സുഹൃത്താന്ന് പറഞ്ഞാൽ മതി, അതോടുകൂടി പണിയായി. പിന്നെ ഇതായിരുന്നല്ലോ നമ്മുടെ മഹാന്മാരുടെ ഒക്കെ അവസ്ഥ. നല്ല റഗബത്തോടുകൂടി, താല്പര്യത്തോടുകൂടി അങ്ങനെ യോഗ്യരാണെന്ന് മനസ്സിലാകുമ്പോൾ ഇതൊന്നും കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ചുരുക്കത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹം,
വലിയ അനുഗ്രഹം. ഞാൻ പറഞ്ഞല്ലോ, തസൗഫുമായി ബന്ധപ്പെട്ട ഇൽമു ശരീഅയുമായി ബന്ധപ്പെട്ട ഏത് കിതാബുകൾ നോക്കുമ്പോഴും നമുക്ക് വീണ്ടും വീണ്ടും ഓരോ വരി വായിക്കുമ്പോഴും നമുക്കിങ്ങനെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ മശായിഖിൻ്റെ ഏത് നീക്കങ്ങളാണെങ്കിലും ഏത് പ്രവർത്തനങ്ങളാണെങ്കിലും ഒരിക്കലും ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ട് ഒന്നുമില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് അൽ ബഹ്ജത്തു സനിയ വിശദീകരിക്കുന്നുണ്ട്. ലാ തൽതഫിതു ഖത്ത്, നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യരുത്. ലി ഷഖ്സിൻ, ഒരു വ്യക്തിയെ നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. വലോ തറബ്ബഅ ഫിൽ ഹവാ ഇല്ലാ അൻ റഅയ്തുമൂഹു തഖീദഹു ബിശ്ശരീഅ, ശരീഅത്തുമായി കൊണ്ട് നല്ല ബന്ധം, ശരീഅത്തുമായി കൊണ്ട് നല്ല ബന്ധം. ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ഇപ്പോൾ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊണ്ടോട്ടിയിൽ മേഴ്സി ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് ഉസ്താദിനോട് ഏറ്റവും ബന്ധപ്പെട്ട ഒരാളിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു രൂപം പറഞ്ഞിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വകുപ്പുണ്ട്, ഷറൽ മോദവിൽ പറയേണ്ടത്. അത് പറഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറഞ്ഞ്, ഇതൊന്നും ഉസ്താദിനോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഉസ്താദൊന്നും ചെയ്യൂല, നമുക്കിപ്പോൾ അതൊന്നും പറ്റൂല, വേണ്ട എന്നുള്ള രൂപത്തിലായിരിക്കും ഉസ്താദിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, ഏത് ലറൂറത്തിൻ്റെ നമ്മളൊക്കെ സാധാരണ എന്താ ചിന്തിക്കുക, അങ്ങനെയും കൗലുണ്ടല്ലോ, അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതെടുത്താൽ മതിയല്ലോ എന്നായിരിക്കും. പക്ഷേ ഏത് വിഷയങ്ങളാണെങ്കിലും നമ്മുടെ ഫിഖ്ഹിൽ പറയുന്ന ആ മുഅ്തമദ് ഏതാണോ, ആ ഏറ്റവും അസ്ലമാകുന്ന ഔലയാകുന്ന രീതി ഏതാണോ ആ രീതിയിലാണ്. അതാണ് നമ്മുടെ പ്രത്യേകത. ഇന്നാലിന്ന ഷെയ്ഖ്, ഇന്നാലിന്ന വ്യക്തി, സിൽസിലയുള്ള ഇന്നാലിന്ന വ്യക്തി ഇന്നാലിന്ന കാര്യത്തിൽ ശരീഅത്തിന് വിരുദ്ധമായിക്കൊണ്ടാണ് അവരുടെ ജീവിതം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ എവിടെയെങ്കിലും നമ്മുടെ മശായിഖിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ അഹങ്കാരം, നമ്മുടെ അലങ്കാരം. അതാണ് നമ്മുടെ അഹങ്കാരം. നമ്മുടെ മശായിഖിനെ കുറിച്ച് സാധ്യമല്ല. അള്ളാഹു അവരുടെ മദദ് കൊണ്ട് നമ്മളെ വിജയിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അതാ, ലാ തൽതഫിതു ലി ഷഖ്സിൻ, ഒരു ഷഖ്സിലേക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യരുത്. വലൗ തറബ്ബഅ ഫിൽ ഹവാ, ഹവയിൽ ഇങ്ങനെ ചന്ദ്രൻ പടിഞ്ഞു ഇരിക്കുന്നുണ്ട്, എന്നാലും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇല്ല അൻ റഅയ്തുമൂഹു തഖീദഹു ബിശ്ശരീഅ, ശരീഅത്തുമായി കൊണ്ട് നല്ല ബന്ധം, ഒരിക്കലും ശരീഅത്തിന് വിരുദ്ധമായി കൊണ്ടുള്ള ഒരു പ്രവർത്തനവും ഇല്ല. അതാണ് ഏറ്റവും വലിയ കറാമത്ത്, അതാണ് ഏറ്റവും വലിയ മാനദണ്ഡം. അൽഹംദുലില്ലാ, നമ്മുടെ മശായിഖിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, തസൗഫ് അതൊരു ബഹറാണ്, അതൊരു ബഹറാണത്. നമ്മളെങ്ങനെ തസൗഫിനെ കുറിച്ച് പറയും? തസൗഫ് പറയേണ്ടതല്ല, അത് അനുഭവിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട ഹാജി ഖലീഫ മഹാനവറുകൾ പറഞ്ഞു, കണ്ണില്ലാത്തവൻ എങ്ങനെ സൂര്യപ്രകാശത്തെക്കുറിച്ച് പറയുക? അതാണ് തസൗഫിനെ കുറിച്ചുള്ള പറച്ചിൽ. മശായിഖിൻ്റെ മദദ് ഉദ്ദേശിച്ചുകൊണ്ട്, ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട്, ദുന്യവിയും മുഖ്റവിയുമായ സആദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രം. അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ, അള്ളാഹു നമ്മെ വിജയിപ്പിക്കട്ടെ. രണ്ട് കാര്യങ്ങൾ ഞാൻ അടിവരയിട്ടുകൊണ്ട് എൻ്റെ നഫ്സിനെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. രണ്ട് കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഷെയ്ഖ് നൽകിയ അമലെന്തോ വിറുതുകളെന്തോ മുടക്കം കൂടാതെ, കാരണം ഒരു ഷെയ്ഖിൻ്റെ സിർറ്, തരീഖത്തിൻ്റെ സിർറ്, ഷെയ്ഖിൻ്റെ മദദ് ഖദ് ജഅലല്ലാഹു ഫീ ഔറാദിഹി, ആ ഷെയ്ഖ് നൽകുന്ന വിറുതുകളിലാണ്. വിറുത് നഷ്ടപ്പെട്ടാൽ സിർറ് നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ കാര്യം, ഷെയ്ഖും മുരീദും തമ്മിലുള്ള ബന്ധം അത് ഏറ്റവും സാദിഖാകുന്നത് അദബിലൂടെയാണ്. മല്ലം യഫ്ലഹിൽ കമാല ഫീ ഷെയ്ഖി ലാ യഫ്ലഹു അലാ യദൈഹി, ഒരിക്കലും കമാലിയത്തിന് ഷെയ്ഖിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ആ ഷെയ്ഖിലൂടെ മുരീദിന് വിജയിക്കാൻ സാധ്യമല്ല. ഷെയ്ഖിനോടുള്ള ഹുർമത്തിന് ആരെങ്കിലും പരിഗണിക്കുന്നില്ല എങ്കിൽ സല്ലല്ലാഹു അലൈഹിൽ കിലാബല്ലത്തി തുഅദീഹി, എല്ലാ നിലക്കും അവന് പ്രയാസങ്ങളായിരിക്കും. അല്ലാഹു നമ്മെ കാക്കട്ടെ. വആഖിറു ദഅവാന
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.